ശബരിമല സ്വർണ്ണപാളി വിഷയത്തിൽ കനത്ത പ്രതിഷേധമാണ് കേരളം മുഴുവൻ അരങ്ങേറുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തർ വന്നു നിറയുന്ന ശബരിമലയിൽ ഇത്രയും വലിയൊരു അട്ടിമറി നടന്നപ്പോൾ ഭക്തരാണ് ഇളകുന്നത്. ഒരിക്കൽ ശബരിമല സ്ത്രീ വിഷയത്തിൽ മാപ്പ് വരെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സകല സാമുദായിക നേതാക്കന്മാരെയും കൂടെ കൂട്ടാൻ നോക്കിയെങ്കിലും അയ്യപ്പനെ സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയെയും അവരുടെ കീഴിലുള്ള ദേവസ്വത്തിനുമെതിരെ ഇപ്പോൾ ഭക്തജനങ്ങൾ കടന്നൽ കൂട്ടം ഇളകിയതുപോലെ ഇളകി മറിയുകയാണ്. ഇവിടെ സന്ദീപ് വാര്യർ പോലീസിന് നേർക്ക് ചീറിപ്പായുന്ന രംഗമാണ് അന്ന് കാണാനായത്. സന്ദീപ് വാര്യർ ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാതെ പോലീസിന്റെ ബാരിക്കേഡും തകർത്ത് ലാത്തി പിടിച്ച് ഒടിച്ച് മുറിച്ചു കളയുകയാണ് ചെയ്തത്, അതും നടു റോട്ടിൽ വെച്ച്. ഇതിനിടയിൽ പോലീസ് സന്ദീപ് വാര്യരുടെ ചുണ്ടിന് ലാത്തി കൊണ്ടടിച്ചു പൊട്ടിച്ചു. അയ്യപ്പനു വേണ്ടി ഞാൻ എന്തും സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിറപ്പിക്കുന്ന രംഗം ഒന്ന് കാണാം. ശബരിമലയെ കൊള്ളയടിക്കുകയായിരുന്നു ഇവരെല്ലാം ചേർന്ന്. കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ. ഈ കൊള്ള മുഴുവൻ നടന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാൻ ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. Yeah!